നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണ്ടനകം ദാറുൽ ഹിദായ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ, അതായത് DHRHSലെ 2025 ജൂൺ മാസത്തെ ഒരു റിപ്പോർട്ടാണ്. ഇത് വെറുമൊരു റിപ്പോർട്ടല്ല കേട്ടോ. ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോഴുള്ള ആ ഒരു ബഹളം, പരീക്ഷാ ഫലം വരുമ്പോഴുള്ള ടെൻഷൻ, പുതിയ കുട്ടികൾ വരുന്നത്, അവർക്കുള്ള പരിപാടികൾ, പിന്നെ ക്ലാസ് മുറിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ, ഈ കെട്ടിടം പണി വരെ, ശരിക്കും ഒരു സ്കൂളിന്റെ ഒരു മാസത്തെ ഫുൾ ചിത്രം ഇതിലുണ്ട്. അപ്പോ നമുക്ക് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഈ റിപ്പോർട്ട് കാണുമ്പോഴാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു മാസത്തെ ഓട്ടം എത്ര സങ്കീർണമാണെന്ന് മനസ്സിലാവുന്നത്. പഠിത്തം, അഡ്മിഷന്റെ തിരക്ക്, കുട്ടികളുടെ മെന്റൽ ഹെൽത്ത്, പിന്നെ ഈ സാമൂഹിക കാര്യങ്ങള്, കെട്ടിടം പണി. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. നമുക്ക് വെറുതെ റിപ്പോർട്ട് വായിച്ചു പോവാതെ ഇതിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്നുകൂടി ഒന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളിന്റെ ഒരു പ്രവർത്തന രീതി അടുത്തറിയുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ജൂൺ ആദ്യം തന്നെ സ്കൂള് തുറന്നു, പ്രവേശനോത്സവമൊക്കെ ആയിട്ട്. പുതിയ അധ്യയന വർഷം തുടക്കം ഗംഭീരമായി. പ്രിൻസിപ്പാല് പുതിയ വർഷത്തെ പ്ലാനൊക്കെ അവതരിപ്പിച്ചു, കുട്ടികളുടെ പരിപാടികളൊക്കെ ആയിട്ട്. നല്ലൊരു വൈബായിരുന്നു. പക്ഷേ ആ ഒരു സന്തോഷത്തിനിടയിലേക്ക് പെട്ടെന്നൊരു അത്ര സുഖമില്ലാത്ത വാർത്തയും വന്നല്ലോ അല്ലേ? +1 റിസൾട്ട്. അതെ, അതൊരു ഒരു ഷോക്കായിരുന്നിരിക്കണം. 71% വിജയം. 48 കുട്ടികൾ പല വിഷയങ്ങളിലായിട്ട് തോറ്റു. 5 പേർക്ക് ഫുൾ A+ കിട്ടിയത് നല്ല കാര്യമാണ്. എന്നാലും ആ വിജയശതമാനം കുറഞ്ഞത് ഒരാശങ്ക തന്നെയാണ്. അതും പുതിയ വർഷം തുടങ്ങുന്ന ആ ദിവസം തന്നെ ഈ റിസൾട്ട്, അതൊരു വെല്ലുവിളിയാണ്. ശരിയാണ്. അപ്പോ സ്കൂൾ അധികൃതർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചതെന്നല്ലേ? അതെ. വെറുതെ വിഷമിച്ചിരിക്കുകയായിരുന്നോ, അതോ എന്തെങ്കിലും? അല്ലല്ല, അവിടെയാണ് ഈ റിപ്പോർട്ടിലൊരു പോയിന്റ്. പിറ്റേന്ന് തന്നെ ഉടനടി ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. റിസൾട്ട് വിശദമായി ചർച്ച ചെയ്തു. എന്നിട്ട് തോറ്റ കുട്ടികളുടെ പാരന്റ്സിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാനും, പിന്നെ മാർക്ക് കുറഞ്ഞവർക്ക് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസ് കൊടുക്കാനും അപ്പോൾ തന്നെ തീരുമാനിച്ചു. അത് കൊള്ളാം. ഇത് ശരിക്കും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു പ്രശ്നം വന്നാൽ ഉടനെ അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം. ജൂൺ 25-ന് ആ സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസ് തുടങ്ങുകയും ചെയ്തു. 2 ബാച്ചായിട്ട് 40 കുട്ടികൾ വീതം. കുട്ടികളുടെയൊരു മാനസികമായ പിന്തുണയുടെ കാര്യത്തിൽ തീർച്ചയായും അവിടെയാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ എന്നൊരു ക്യാമ്പയിൻ വരുന്നത്. കേട്ടിട്ടുണ്ട്. അത് ജൂൺ 4-ന് സ്കൂളിൽ തുടങ്ങി. +2 കുട്ടികൾക്ക് ആദ്യം ഒരു നിയമ ബോധവത്കരണ ക്ലാസ്സാണ് കൊടുത്തത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആ മാസം മുഴുവൻ പല ക്ലാസുകൾ നടക്കുന്നുണ്ട്. അതെ, റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. വ്യക്തി ശുചിത്വം, ലഹരിയുടെ പ്രശ്നങ്ങൾ, വണ്ടി ഓടിക്കുമ്പോഴുള്ള ശ്രദ്ധ, പിന്നെ മെന്റൽ ഹെൽത്ത്, പെരുമാറ്റത്തിലെ ചില അപകടങ്ങൾ, അങ്ങനെ പല വിഷയങ്ങൾ. +1 കുട്ടികൾക്കും +2-നും വേറെ ക്ലാസുകൾ. ശരിയാണ്. ബൽക്കീസ് MP, നിഷ TG, അങ്ങനെ അവിടുത്തെ ടീച്ചേഴ്സും പുറത്തുനിന്ന് അഡ്വക്കേറ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, സ്റ്റുഡൻസ് കൗൺസിലർ, അങ്ങനെ വിദഗ്ധരും വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ഇത് വെറും പഠിത്തം മാത്രമല്ല, കുട്ടികളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള ശ്രമം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? വളരെ ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിസൾട്ടിന്റെ കാര്യം പരിഹരിക്കാൻ സ്പെഷ്യൽ കോച്ചിംഗ് ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തന്നെ കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ കാര്യങ്ങൾക്ക് ഈ കൂടെയുണ്ട് കരുത്തേകാൻ പോലുള്ള പരിപാടികളിലൂടെ ഊന്നൽ കൊടുക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാനുള്ള ശ്രമം ശരിക്കും നല്ലതാണ്. കാരണം പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിന് ചിലപ്പോൾ മറ്റ് കാരണങ്ങളുണ്ടാവാം. അതിനെക്കൂടി അഡ്രസ് ചെയ്യാനുള്ളൊരു ശ്രമമാണിത്. പിന്നെ ടീച്ചർമാർക്കും ഇതിന്റെ ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ഇത് വളരെ ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ അക്കാഡമിക് പിന്നെ ബോധവൽക്കരണ പരിപാടികൾക്കിടയിൽ സ്വാഭാവികമായും സ്കൂളിലെ ഏറ്റവും തിരക്കുള്ള മറ്റൊരു കാര്യം നടക്കുന്നുണ്ടാവുമല്ലോ. പുതിയ കുട്ടികളുടെ അഡ്മിഷൻ, +1 അഡ്മിഷൻ. ജൂണിലാണല്ലോ അത് തുടങ്ങുന്നത്. അതെങ്ങനെയായിരുന്നു? അത് വേറൊരു വലിയ പ്രോസസ്സാണ്. ഏകജാലകം, അതായത് എഡ്സ്കാപ്പ് വഴി വരുന്ന അലോട്ട്മെന്റുകൾ. സർക്കാർ പോർട്ടൽ. അതെ. ആദ്യഘട്ടത്തിൽ 66 പേരുടെ ലിസ്റ്റ് വന്നു. അതിൽ 18 പേർ സ്ഥിരമായി ചേർന്നു, 39 പേർ താൽക്കാലികമായി ചേർന്നു. ചിലർ വന്നില്ല, ചിലർക്ക് വേറെ നല്ല ഓപ്ഷൻ കിട്ടിപ്പോയി. ഈ വിവരമെല്ലാം അപ്പപ്പോ ആ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണം. ഏകജാലകമല്ലാതെ വേറെയുണ്ടല്ലോ ഈ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട. ഉണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകൾ വാങ്ങി അതിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നു. 74 അപേക്ഷ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജൂൺ 10, 11 തീയതികളിലായിട്ട് ഏകജാലകത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റും
കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനും നടന്നു. അങ്ങനെ ഏകജാലകം വഴി 88 പേർക്കും, സ്പോർട്സ് കോട്ടയിൽ ഒരാൾക്കും, കമ്മ്യൂണിറ്റി വഴി 36 പേർക്കും, മാനേജ്മെന്റ് വഴി 34 പേർക്കും അങ്ങനെ ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ കിട്ടി. ഈ കണക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പ്രോസസ്സ്. ഓരോന്നിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇതിന്റെ ഇടയില് പുതിയ ടീച്ചർമാരെ എടുക്കുന്ന കാര്യവും പറയുന്നുണ്ടല്ലോ റിപ്പോർട്ടില്. ശരിയാണ്. റിട്ടയറായ ഒരു മാത്സ് ടീച്ചർക്ക് പകരം പുതിയൊരാൾ, ഫാത്തിമ ഷെറിൻ, ജൂൺ 2 തന്നെ ജോയിൻ ചെയ്തു. ഓക്കെ. അതുകൂടാതെ അഡീഷണൽ ബാച്ചുകളിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിൽ ഗസ്റ്റ് ടീച്ചർമാരെ വേണം. അതിന് ഇന്റർവ്യൂ നടന്നു. മാനേജറും മറ്റു പ്രിൻസിപ്പൽമാരുമൊക്കെ കൂടിയാണ് ഇന്റർവ്യൂ നടത്തിയത്. ജൂൺ 18 ആയപ്പോഴേക്കും ശ്രീലത എം മാത്സ്, ശ്രീവിദ്യ എം ഫിസിക്സ്, അൻവർ സാദിഖ് അലി MP കെമിസ്ട്രി, ഈ 3 ഗസ്റ്റ് ടീച്ചർമാർ ചാർജ് എടുത്തു. അവർക്ക് പുതിയ ടൈം ടേബിളും കൊടുത്തു. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് മുടങ്ങില്ല. അതിനുള്ള ക്രമീകരണങ്ങളും കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ സ്കൂളിലെ ആ ഒരു ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അതും നടക്കണല്ലോ. ഫീസ് അടയ്ക്കുന്നത്, റെക്കോർഡ്സ് വെക്കുന്നത്, ഗവൺമെന്റ് ഓഫീസുമായിട്ടുള്ള ബന്ധം, അതിനെപ്പറ്റി എന്തെങ്കിലും? ഉണ്ടുണ്ട്. ജൂൺ 10 സെക്കൻഡ് ഇയറുകാരുടെ ഫീസ് കളക്ട് ചെയ്ത് ട്രഷറിയിൽ അടച്ച കാര്യം പറയുന്നുണ്ട്. പിന്നെ +1 പരീക്ഷയുടെ റീവാല്യുവേഷന് അപേക്ഷ കൊടുത്തവരുടെ അപേക്ഷകൾ വാങ്ങി ഡയറക്ടറേറ്റിൽ കൊടുത്തു. +2 മാർക്ക് ലിസ്റ്റ് കൊടുത്തു. അതിൽ തെറ്റുള്ളത് തിരിച്ചു വാങ്ങി. ഇതൊക്കെ ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഇതൊക്കെ കൃത്യമായി നടന്നാലേ സ്കൂൾ സ്മൂത്തായി പോവും. ഇതിലും കുറച്ചുകൂടി വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം നടന്നതായി കാണുന്നുണ്ടല്ലോ. മലപ്പുറം RDD ഓഫീസ് വിസിറ്റും കോഴിക്കോട് നടന്ന ഫയൽ അദാലത്തും. എന്താണത്? അതിന്റെ ഒരു പ്രാധാന്യം? അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂൺ 24 പ്രിൻസിപ്പളും വേറൊരു ടീച്ചറും കൂടി മലപ്പുറം RDD ഓഫീസിൽ പോകുന്നുണ്ട്. എന്തിനാണ്? പല കാര്യങ്ങൾക്കായിട്ട്. അവിടെ കൊടുത്ത ഫയലുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഗവൺമെന്റ് ഓഫീസുകളിലെ കാര്യങ്ങൾ ചിലപ്പോ ഒന്ന് സ്പീഡപ്പാക്കാൻ നമ്മളിങ്ങനെ നേരിട്ട് പോയി കാണേണ്ടി വരും, അറിയാലോ. ശരിയാണ്. അതിനേക്കാളും വലിയൊരു നേട്ടം കിട്ടിയത് ജൂൺ 28 കോഴിക്കോട് നടന്ന മേഖലാതല ഫയൽ അദാലത്തിൽ പങ്കെടുത്തപ്പോഴാണ്. അതെന്തായിരുന്നു? അത് വിദ്യാഭ്യാസ മന്ത്രിയും DPIയും ഒക്കെ പങ്കെടുത്തൊരു വലിയ പരിപാടിയാണ്. അവിടെ വെച്ച് സ്കൂളുമായി ബന്ധപ്പെട്ട ഏകദേശം 90% ഫയലുകളും തീർപ്പാക്കാൻ പറ്റിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആണോ? അത് വലിയ കാര്യം തന്നെയാണല്ലോ. അതെ. ചിലപ്പോൾ വർഷങ്ങളെടുക്കുന്ന കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ടൊരു തീരുമാനമാവുന്നത്. അത് സ്കൂളിന് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പാവും. അപ്പോ അക്കാഡമിക് കാര്യങ്ങള്, കുട്ടികളുടെ വെൽഫെയർ, അഡ്മിഷൻ, അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഇങ്ങനെ സമാന്തരമായി നടക്കുന്നു. ഇതിനിടയിൽ ആ കെട്ടിടം പണിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ മറ്റ് കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നത്? അതെ, അതും ഈ മാസത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ജൂൺ 13 സ്കൂളിലേക്കുള്ള റോഡിന്റെ ഒരു ഭാഗം PWD കോൺക്രീറ്റ് ചെയ്തു. ബാക്കി ടാറ് ചെയ്യാൻ കാത്തിരിക്കുന്നു. പിന്നെ ക്യാമ്പസില് ചെളിയുള്ള ഭാഗത്ത് കല്ലൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി. പുതിയ ക്ലാസ് മുറികളിലേക്ക് വേണ്ട ബെഞ്ചും ഡെസ്കുമൊക്കെ എത്തിച്ചു. ജൂൺ 23 +2 2 ഡിവിഷൻ പുതിയ ബിൽഡിംഗിലേക്ക് മാറ്റി. അവിടെ ഫർണിച്ചറും ലൈറ്റും ഫാനും ഒക്കെ വെച്ചു. മാസാവസാനം പുതിയ ക്ലാസ് റൂമിന്റെ പ്ലാസ്റ്ററിങ്, ടോയ്ലറ്റ് പ്ലംബിംഗ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു. ജൂൺ 25 സ്കൂൾ മാനേജർ PV മുഹമ്മദ് മൗലവി സ്കൂളിൽ വന്ന് ഈ പണികളൊക്കെ നോക്കി ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. പുതിയ ക്ലാസ് റൂമില് ഇൻവെർട്ടർ വെക്കണം, ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് മാറ്റണം, ഗേറ്റ് പെയിന്റ് ചെയ്യണം എന്നൊക്കെ. അപ്പം മാനേജ്മെന്റും നല്ല ആക്റ്റീവായിട്ട് ഇതിനിടപെടുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സൈഡിൽ ക്ലാസുകൾ നടക്കുന്നു, പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ഈ കെട്ടിടം പണി നടക്കുന്നു. അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അത് കുട്ടികളുടെ പഠനത്തെ എങ്ങനെ ബാധിക്കാം? പൊടി, ശബ്ദം, മറ്റു ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു ഭാഗത്ത് സ്കൂളിന്റെ ലോങ് ടേം ഡെവലപ്മെന്റ് നടക്കണം, അതേസമയം ഇപ്പോഴത്തെ അക്കാഡമിക് കാര്യങ്ങൾക്കൊരു തടസ്സവും ഉണ്ടാവാനും പാടില്ല. ഈ ഒരു ബാലൻസ് കണ്ടെത്താൻ സ്കൂളുകൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടി വരും. ശരിയാണ്. ഇതൊക്കെ അല്ലാതെ വേറെയും ചില പരിപാടികൾ ഈ തിരക്കിട്ട മാസത്തിൽ നടക്കുന്നുണ്ടല്ലോ. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, യോഗാ ദിനം, പിന്നെ പൂർവ്വ വിദ്യാർത്ഥിയുടെ വിജയം ആഘോഷിക്കുന്നത്. അതെ. NSS യൂണിറ്റ് കൽപ്പകം 2025 എന്ന പേരിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. തെങ്ങിൻ തൈയൊക്കെ നട്ടു. വായനാ ദിനത്തിൽ കുട്ടികൾ ബുക്സിനെപ്പറ്റി സംസാരിച്ചു. ലഹരി വിരുദ്ധ ദിനത്തിൽ പഞ്ചായത്ത് തല പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂളിലായിരുന്നു. കുട്ടികൾ ഒരു ഫ്ലാഷ് മോബൊക്കെ അവതരിപ്പിച്ചു. കൊള്ളാം. യോഗ ദിനത്തില് യോഗ ട്രെയിനിങ്, പിന്നെ വിഷബാധയെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസും നടന്നു.
ഇതൊക്കെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ കരിക്കുലത്തിന് പുറത്തുള്ള കാര്യങ്ങൾക്കും സ്കൂള് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരിയാണ്. സന്തോഷം തരുന്നൊരു വാർത്ത. ആ പഴയ സ്റ്റുഡന്റ് ഫാത്തിമത്ത് മുഹ്സിന നീറ്റ് UG പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 1400 റാങ്കോട് ജയിച്ചതാണ് അല്ലേ? 600 മാർക്ക്. തീർച്ചയായും അത് സ്കൂളിന് മൊത്തത്തിലും ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും വലിയൊരു ഇൻസ്പിറേഷനാണ്. ശരിയാണ്. ജൂൺ 18-ന് +1 കുട്ടികൾക്ക് ഒരു വരവേൽപ്പ് 2025 എന്നൊരു ഫംഗ്ഷൻ വെച്ചിരുന്നു. അന്ന് ഫാത്തിമത്ത് മുഹ്സിനയെ ആദരിച്ചു, മെമന്റോയും ക്യാഷ് അവാർഡും ഒക്കെ കൊടുത്തു. ഇത് കുട്ടികൾക്ക് മുന്നിലൊരു നല്ല മാതൃകയാണ്. ആ ചടങ്ങിൽ തന്നെ പാരന്റിങ്ങിനെക്കുറിച്ചും ഈ കൂടെയുണ്ടെ കരുത്തേകാൻ പദ്ധതിയെക്കുറിച്ചുമൊക്കെ ക്ലാസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളും പാരന്റ്സും തമ്മിലുള്ളൊരു ബന്ധം സ്ട്രോങ് ആക്കാനും ഇത് സഹായിക്കും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ കണ്ടനകം DHRSS ശരിക്കും സംഭവബഹുലമായ ഒരു മാസമായിരുന്നു അല്ലേ? പുതിയ തുടക്കം, റിസൾട്ടിന്റെ വെല്ലുവിളി, അതിനോടുള്ള പ്രതികരണം, അഡ്മിഷന്റെ തിരക്ക്, കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂടെയുണ്ട് കരുത്തേകാൻ പോലുള്ള വലിയ ക്യാമ്പയിനുകൾ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ സ്മൂത്ത് ആക്കാനുള്ള ശ്രമം, കൂടെ നടക്കുന്ന കെട്ടിടം പണി, പിന്നെ ആ പൂർവ്വ വിദ്യാർത്ഥിയുടെ വിജയാഘോഷം എല്ലാം കൂടെ ഒരുമിച്ച്. അതെ, ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു നല്ല സ്കൂളായി പ്രവർത്തിക്കാൻ വെറുതെ പഠിപ്പിച്ചാൽ മാത്രം പോരാ. കുട്ടികളുടെ ഇമോഷണൽ, സോഷ്യൽ ആവശ്യങ്ങൾ കാണണം. കൂടെയുണ്ട് കരുത്തേകാൻ ക്ലാസുകൾ പോലെ അഡ്മിനിസ്ട്രേഷൻ കാര്യക്ഷമമാവണം. ആ ഫയൽ അദാലത്തിലെ നേട്ടം, കൃത്യമായ അഡ്മിഷൻ പ്രോസസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, കെട്ടിടം പണി, പേരൻസുമായും പഴയ കുട്ടികളുമായും ഒക്കെ നല്ല ബന്ധം വേണം, PTA മീറ്റിംഗ്, അനുമോദനം. ഇതിനെല്ലാം പുറമേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പരീക്ഷാഫലം പോലെ അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണാനുള്ള ഒരു കഴിവും വേണം. സ്പെഷ്യൽ കോച്ചിംഗ്. ഈ റിപ്പോർട്ട് ശരിക്കും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ വെറുമൊരു ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് എന്നതിനപ്പുറം ഒരു സ്കൂൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, കുട്ടികള്, മാനേജ്മെന്റ് എല്ലാവരും കൂടെ എങ്ങനെയാണ് ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഒരു ചിത്രം കിട്ടുന്നുണ്ട്. ആ പൂർത്തിയാവാത്ത കെട്ടിടം പണിയെക്കുറിച്ചുള്ള ലാസ്റ്റിലെ പരാമർശം സ്കൂളുകൾ നേരിടുന്ന ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളിലേക്കും ഒരു വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി ഓർക്കാം. ഈ റിപ്പോർട്ട് തീരുന്നതെങ്ങനെയാ? നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു, മാനേജർ അതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സൈഡിൽ പുതിയ ക്ലാസുകളും പഠനവും മറ്റു പരിപാടികളും നടക്കുന്നു, തൊട്ടടുത്ത് തന്നെ ഈ കെട്ടിടം പണിയും നടക്കുന്നു. ഇതവിടത്തെ കുട്ടികളുടെയും ടീച്ചർമാരുടെയും ആ ഒരു ശ്രദ്ധ, പഠനാന്തരീക്ഷം ഇതിനെയൊക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവാം? ശരിയാണ്. സ്കൂളിന്റെ ദീർഘകാലത്തേക്കുള്ള വളർച്ചയ്ക്ക് ഈ പണികൾ വേണം. പക്ഷേ ഇപ്പോഴത്തെ പഠനം ഏറ്റവും നന്നായി നടക്കാൻ ശാന്തമായൊരു അന്തരീക്ഷവും വേണം. ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ഒരു സ്കൂൾ മാനേജ്മെന്റിന് എത്രത്തോളം സൂക്ഷ്മതയും പ്ലാനിങ്ങും വേണ്ടിവരും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു?